യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകും മൊത്തം ഈ കുറ്റങ്ങളും കുറവുകൾ. അവിടുന്ന് അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല, ഇതിങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല. പിന്നെ രേണു സുധി അത് കുറേ അങ്ങനെ. പിന്നെ ബിജുവിൻ്റെ അങ്ങനെ. പിന്നെന്താണ് ഇങ്ങനെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അത് അവരുടെ ഫോട്ടോയൊക്കെ വെച്ച് ഭയങ്കര കാര്യമായിട്ട് എഡിറ്റൊക്കെ ചെയ്ത് ആളുകൾക്ക് പെട്ടെന്ന് ആകർഷിക്കത്തക്ക രീതിയിലെല്ലാം ചെയ്തിട്ട് ഇവർ സംസാരിക്കുകയാണ്. പൊതുവേ പറയാറുണ്ട് ഈ പരദൂഷണം, കുശുമ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ സ്ത്രീകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അവർക്കാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ തിരക്കി അന്വേഷിച്ച് നടക്കുന്നതെന്ന് പറയും. പക്ഷെ ഞാനിങ്ങനെ നോക്കുമ്പോൾ കൂടുതലും കണ്ടിട്ടുള്ളത് പുരുഷന്മാരാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. ഞാൻ നോക്കും, ഇതാ പേരെന്തോ നോക്കുമ്പോഴും അവരുടെ ആ ഫോട്ടോ കാണുമ്പോൾ പുരുഷന്മാരാണ് കൂടുതലും. അത് അങ്ങോട്ട് പോയെന്ന് പറയുന്നത് വെറുതെയാണ്, ഇങ്ങോട്ട് പോയെന്ന് പറയുന്നത് വെറുതെ എന്തൊക്കെയോ ഒരു മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ചൊക്കെ. കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പില്ല അല്ലേ. അയാളുടെ ഏതോ ഒരു സമയത്ത് അയാൾ ഒന്നല്ല രണ്ടാമത് വിവാഹം കഴിച്ചു, ആ സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിലവർക്ക് കുട്ടിയുണ്ട്, ആദ്യത്തേലും കുട്ടി, 2 ആൺകുട്ടികൾ അല്ലേ. ആ രേണു സുധിയെ പിടിച്ച് ഇങ്ങനെ എന്തിനാണ് അവരെ ഇങ്ങനെ ഇത്രയും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ചിലരങ്ങ് നല്ലതാക്കുകളെ ആളുകളെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന എന്തിനു വേണ്ടിയാണ്? അവരൊന്ന് ജീവിച്ച് പോക്കോട്ടെ. നിങ്ങളെത്ര ഇങ്ങനെ ചെയ്യുമ്പം ഞാനത് കേൾക്കുന്നു, എൻ്റെ ഒരു വിഷമം ഞാനങ്ങ് പറയുകയാണ്. ഒരു സ്ത്രീക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമില്ല. ഒരുപാട് ഇതിൽ ഞാനിങ്ങനെ എഴുതിയേക്കുന്നത് മാത്രം, ഹെഡിങ് മാത്രം ഇങ്ങനെ അല്ലെങ്കിൽ ക്യാപ്ഷൻസ് മാത്രം ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ പ്രതികരിക്കുന്നത്. പക്ഷെ അത് അവരുടെ ഒരു മുഖം മൂടി മാത്രമാണ്. അവരുടെ ഉള്ളിലുള്ള ആ സ്ത്രീയുടെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം പുറമേ ദേഷ്യം കാണിക്കുന്നവരെല്ലാം ഉള്ളിലും അങ്ങനെയല്ല. കാരണം അവരങ്ങനെ പ്രതികരിച്ചില്ല എങ്കിൽ ഇതിപ്പോൾ അവരെന്നല്ല ഏതൊരു സ്ത്രീയെയും മോശമായിട്ട് ഈ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ എവിടെയായാലും ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഇത് അവർ തന്നെ കേൾക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അവർ തന്നെ അത് കേൾക്കുകയാണ്. അവരെ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ രൂപത്തെയും വേഷത്തെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ ആ സ്ത്രീ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ആ സ്ത്രീ കേട്ടിട്ട് ഒന്നും പ്രതികരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും? പ്രതികരിച്ചില്ലെങ്കിൽ ആളുകൾ പറയും അവളുടെ ഭാഗത്ത് മുഴുവൻ തെറ്റുള്ളതുകൊണ്ട് അവൾ പ്രതികരിക്കാത്തതെന്ന് പറയും. പ്രതികരിച്ചാൽ പറയും അവൾ അങ്ങനത്തെയാണ് ഇങ്ങനത്തെയാന്ന് പറയും. എന്തായാലും അവരൊരു മനുഷ്യജന്മം തന്നെയല്ലേ. എപ്പോഴും എന്തിനാണ് അവരുടെ പുറകെ മാത്രമായിട്ട് പോകുന്നത്? ശരിയാണ്, ഇപ്പോൾ അവരുടെ ഒരു സമയമാണ്. നമ്മളെപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ച് പ്രായം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പ്രായം കൂടുന്തോറും അവരുടേതായിട്ട് രൂപത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യാസം വരും. ഇന്ന് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വരുമാനം പിന്നീട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. കാരണം ഇപ്പോൾ ഈ രേണുവിൻ്റെ കുറേ വീഡിയോസും ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് മാറിയിട്ട് അടുത്ത ആൾക്കാർ വരും. അപ്പോഴും ഈ രേണുവിന് ജീവിക്കണ്ടേ? ഇപ്പം എന്തെങ്കിലുമൊക്കെ അവർ കാണിച്ച് കൂട്ടുന്ന അതിനകത്ത് നിന്ന് അവർ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ 2 മക്കൾക്കും അവർക്കും ജീവിക്കാനുള്ള ഒരു വരുമാനമാണ്. ഇന്ന് അവരുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഈ കൊല്ലം സുധിയെ സ്നേഹിക്കുന്ന മനുഷ്യരെന്താണ് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവരെന്തെങ്കിലും ചെയ്ത് ജീവിച്ചോട്ടെ എന്ന് കരുതി വിടുക. അവർ മാത്രമല്ല ഈ സമൂഹത്തിൽ ഓരോ രീതിയിലും എത്രയോ പേര് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ പറഞ്ഞും കാണിച്ചും എടുത്തും അല്ലേ, ഒരു കുഞ്ഞുണ്ടായാലും അതിൻ്റെ സർവ്വകാര്യങ്ങളും എടുത്തും ഒക്കെ കാണിച്ചിട്ട് അവരുടെ ജീവിതം നല്ല രീതിയിൽ കാണിച്ചിട്ട് കാശുണ്ടാക്കുന്ന എത്രയോ പേരുണ്ട്, കോടികൾ സമ്പാദിക്കുന്നവരുണ്ട് ഇല്ലേ. അതിനൊന്നും ഈ മനുഷ്യർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. മറ്റൊരാളുടെ ജീവിതം കണ്ട് നമ്മളുടെ ജീവിതം അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. അതല്ലെങ്കിൽ അങ്ങനെയുള്ള മനസ്സ് വേണം. ഈ കാണുന്നതൊന്നും ആയിരിക്കില്ല അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. കുറേ
എന്താ പറയുക ചാനൽസ് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഓരോ പിള്ളേരെ കാണിക്കുന്നുണ്ട്, വീട്ടുകാരെ കാണിക്കുന്നുണ്ട്, അവരിങ്ങനെ നേടി ഇങ്ങനെ നേടി അത് നേടി ഇത് നേടി, പുതിയ വീട് പഴയ വീട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ യൂട്യൂബിൽ എന്താണ് ഇങ്ങനത്തുള്ള വീഡിയോസ് കൊണ്ട് എന്താണ് യൂട്യൂബിൽ ആളുകൾ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഈ നാട്ടിൻപുറത്ത് നടക്കുന്ന ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ. പുതിയ ആരെങ്കിലും ഒരു വീട് വെച്ചു, അത് കാണിക്കുന്നു, അവിടെ പെരാസ്തോലിക്ക് പോകുന്നു അല്ലേ, നമ്മൾ കാണിക്കുകയാണ് ഞങ്ങളുടെ വീട് ഇതാണ് എന്ന് കാണിച്ച് നമ്മൾ ആ സന്തോഷത്തിൽ പങ്കെടുക്കും. ഇതുപോലുള്ള കുറേ പൊങ്ങച്ചങ്ങളും ഇല്ലെങ്കിൽ ഇല്ലായ്മകൾ പറഞ്ഞ് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ, ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്. എത്രയോ പേർക്ക് ചിലരൊക്കെ ജോലിക്ക് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർക്ക് നല്ലൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ അതും ഇതുമൊക്കെ പെറുക്കി കാണിച്ച് നേടുന്നുണ്ട്. നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോലിയൊന്നും വേണ്ട, അതിൽ നിന്നുള്ള മാസവരുമാനം കൊണ്ട് സുഖമായിട്ട് ജീവിച്ചു പോകാം. അവരുടെ ജീവിതം നോക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകുന്നുണ്ട്, സാമഗ്രികളൊക്കെ വാങ്ങിക്കുന്നുണ്ട്, വീട് വയ്ക്കുന്നു, 2-3 വീട് വയ്ക്കുന്നു, മാസത്തിൽ പുതിയ കാറ് വാങ്ങിക്കുന്നു. അങ്ങനെ എന്തെല്ലാം ഡെവലപ്മെൻറ്റാണ് ഈ യൂട്യൂബേഴ്സിനുണ്ടാകുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹാന്മാർക്കും മഹതികൾക്കുമൊക്കെ ഞാൻ ഉൾപ്പെടെ ഞാൻ പറയാണ്, എന്താണ് ലാഭം ഉണ്ടായിട്ടുള്ളത്? എന്തെങ്കിലും ലാഭമുണ്ടോ? ഒരു ലാഭവും ഇല്ല. ഞാൻ എൻ്റെ ഒരു ഇതിൽ വെച്ച് പറയാണ്, നമ്മൾ ഈ ഒരു യൂട്യൂബ് നമ്മൾ തുറന്നു കഴിഞ്ഞിട്ട് സ്വൈപ്പ് ചെയ്തിരിക്കാനാണെങ്കിൽ മണിക്കൂറുകളോളം ഇരുന്ന് പോകും. കാരണം അതുപോലുള്ള ക്യാപ്ഷൻസ് കൊടുത്ത് ഉള്ളിലൊന്നും ഉള്ളി പൊളിച്ച പോലുള്ള കാര്യമേ കാണത്തുള്ളൂ. പക്ഷേ അതിൻ്റെ ക്യാപ്ഷൻസിൽ വീണ് മയങ്ങി പോകും. ഇന്ന് ഞാനൊരു ക്യാപ്ഷൻ കണ്ടതാണ്, ഈ വീഡിയോ കാണണമെങ്കിൽ അത് ഭാഗ്യമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ യോഗമുള്ളവർക്ക് മാത്രമേ ഈ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, അതെന്താ ഇപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പം തന്നെ കാണുന്നത് അതെൻ്റെ യോഗമാണ്, ഞാൻ വേണ്ടാന്ന് വിചാരിച്ചാൽ കാണത്തില്ല. അവിടെയും ഒരു ടെസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് യോഗമുണ്ടോ? യോഗം എന്നുള്ള ആ ഒരു ഭാഗ്യമുണ്ടോ? അപ്പം നമ്മൾ ഭാഗ്യമുള്ളവരാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മളെന്ത് ഓപ്പൺ ചെയ്ത് നോക്കും അല്ലേ? ഇതാണ് ഇവിടെ നടക്കുന്നത്. ആ രേണുവിനെ അവരെങ്ങനെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ, എന്തെല്ലാം അവരെക്കുറിച്ച്. എന്നിട്ട് ആ മരിച്ചുപോയ മനുഷ്യനെക്കുറിച്ച് അങ്ങേര് ഇഷ്ടംപോലെ സ്ത്രീകളുടെ പുറകെ പോയിട്ടുള്ളത്. അത് ഈ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന കാണുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ ബാക്കി നമുക്ക് ഊഹിക്കാം അതിനകത്തിൽ എന്തുമായിരിക്കും പറഞ്ഞിരിക്കുന്നതെന്ന്. വല്ലാത്തൊരനുഭവമാണ്. ജീവിച്ച് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കാട്ടി കൂടുതൽ അത് അദ്ദേഹം ഈ ജീവനും കൊണ്ട് തിരിച്ചു പോയി കഴിഞ്ഞിട്ടും ഇങ്ങനെ എന്തൊക്കെയാണ്. ഞാനൊന്ന് ഈ ക്യാപ്ഷൻ മാത്രം ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒന്ന് നോക്കുമ്പോഴായിരിക്കും ഇത് കയറി വരുന്നത്. കാണും എന്ത് മനുഷ്യരൊക്കെയാണ് എന്തോ എനിക്കറിയില്ല. ആ കൊച്ചൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തുകൊണ്ട് ഞാൻ മൊത്തം ക്യാപ്ഷൻസ് മാത്രം ഇങ്ങനെ വായിച്ചിട്ട് ഞാൻ വിടും. കാരണം നമ്മളത് കേൾക്കാൻ പോയി കഴിഞ്ഞാൽ എന്തിനാണ് വെറുതെ, ഇത് കേൾക്കാൻ വേണ്ടിയിട്ടും ആണല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളവരെ കുറേ ക്യാപ്ഷൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നത്. ഇങ്ങനെ ഓരോ വീഡിയോസും ഉണ്ടാക്കുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും ചിന്തിക്കുക, നിങ്ങൾ എല്ലാ തരത്തിലും പെർഫെക്റ്റ് ആണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റുകുറ്റങ്ങളും ഉണ്ടായിട്ടില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം വിറ്റിട്ട് കാശുണ്ടാക്കുന്നത്? അവരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിറ്റ് കാശുണ്ടാക്കുക, അതായിരിക്കും കുറേ കൂടെ മാന്യത. ഇങ്ങനെ ചത്തുപോയ മനുഷ്യരെ വരെ ഇത്രയും മോശമായിട്ട് സംസാരിച്ച് ആ ക്യാപ്ഷൻ തന്നെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാ വേറെ. ആ കൊച്ചു പയ്യൻ അവനൊന്നും മിണ്ടത്തില്ല, അവനെതിരെ എന്താ കേസുണ്ടെന്നോ, ഇത്രയൊക്കെ ഞാൻ കണ്ടുള്ളൂ, ബാക്കി കേൾക്കാൻ പോയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി. അച്ഛനില്ലാതെ വളരുന്ന മക്കളുടെ അവസ്ഥയെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാം? അച്ഛനുണ്ടായിട്ട് അച്ഛനെ നോക്കാത്ത മക്കളുണ്ടോ ഒത്തിരി? അപ്പോഴാണ് അച്ഛന് ഇത്രയും സ്നേഹമുള്ളൊരു അച്ഛനെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന. അതൊക്കെ കണ്ട് ഒരു കുടുംബമാണ് എല്ലാവരും നിസ്സാരമായിട്ട് പിച്ച് ചീന്തി അവിടെ ഇവിടെയും കുറേ വീഡിയോസും ഉണ്ടാക്കിയിട്ട് നിങ്ങളൊക്കെ കാശുണ്ടാക്കുമ്പോൾ അവിടെ ഒരു കുടുംബമാണ്, അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഓർക്കണം. ആ കുട്ടികളുടെ മനസ്സിൽ മറ്റൊരു കുട്ടി വളർന്നു വരുന്നുണ്ട്, ഒരു കൊച്ചാണത്, 4-5 വയസ്സ് കാണുമായിരിക്കും, എനിക്കറിയില്ല. അതിനും ഒരു മനസ്സുണ്ട്. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തങ്ങളുടെ അമ്മ, അതിൻ്റെ അമ്മയാണ് ഈ രേണു എന്നാണ് എൻ്റെ അറിവ്. അപ്പം തൻ്റെ അമ്മയെക്കുറിച്ച് അതിനും വായിക്കാൻ അറിയാമല്ലോ, യൂട്യൂബ് തുറന്നാൽ വായിച്ചില്ലെങ്കിലും കേൾക്കാനറിയാം.
അപ്പോൾ അതിൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വന്തം അമ്മ മോശക്കാരിയാണോ എന്ന് ആ കൊച്ചു മനസ്സിൽ തോന്നിയാൽ അത് അവൻ്റെ ഭാവി ജീവിതത്തിൽ എത്രമാത്രം ബാധിക്കുമെന്നറിയുമോ? എന്തിനാണ് ഇത്ര വലിയ രീതിയിൽ ഒരു സ്ത്രീയെ മോശമാക്കുന്നത്? അവർ മോശമാണെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, ഒന്നും പറയാതിരിക്കുക, അവരെ വിട്ടുകളയുക, എന്നിട്ട് നല്ലവരുടെ പുറകെ പോകും. അല്ലാതെ അവരവിടെ അതിനെ ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് കുറേ കമ്പയർ ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ത് നാശമൊക്കെയാണോ നടത്തുന്നത് അതിനകത്തിൽ. ആ കുഞ്ഞിൻ്റെ മനസ്സിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതിനെക്കാട്ടി കുറച്ചുകൂടെ മുതിർന്ന ആ പയ്യൻ, അതിനും കിടക്കുന്ന ഭാവി അല്ലേ? ഈ പറയുന്നവരെല്ലാം ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ആ 2 കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? എനിക്ക് ഇത്രയും വിഷമം തോന്നുന്നു വെച്ചാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അവരുടെ ചോദ്യം അവരുടെ വർത്തമാനമൊക്കെ കേൾക്കുന്നതുകൊണ്ടാണ്. കൊച്ചു കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ ഈ കേൾക്കുന്നതൊക്കെ വിശ്വസിക്കുന്ന ഒരു പ്രായമുണ്ട്, അറിയാമോ? ഇപ്പം രേണു എങ്ങനെ ആയിക്കോട്ടെ, അയാളുടെ ആ സ്ത്രീക്ക് 2 മക്കളാണിപ്പോൾ അല്ലേ? ഒരാൾ ഭർത്താവിൻ്റെ ആദ്യത്തെ ഇതിൽ വരുന്നതാണെങ്കിലും രണ്ടാമത്തെ അവരുടെ സ്വന്തം കുഞ്ഞാണ്. ഈ 2 കുഞ്ഞുങ്ങളുടെയും മുന്നിൽ ഈ അമ്മ ചെന്ന് നിൽക്കുമ്പോൾ തങ്ങളുടെ മക്കൾക്ക് തങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ള അറിവുകൾ കേട്ടു, അല്ലെങ്കിൽ തങ്ങളുടെ മക്കൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കി. അവരിതിനു മാത്രം എന്താ ചെയ്തത്? അവരവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു. ഒരു മോശം ഞാൻ അതിൽ കാണുന്നില്ല. ഈ സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ എങ്ങനെ അതും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? പിന്നെ ഇവരുടെ മാത്രം ജീവിതത്തിൽ എന്താണ് പ്രത്യേകത? പിന്നെ കുറേ പേര് ഞങ്ങൾ അത് കൊടുത്തായിരുന്നു ഇത് കൊടുത്തായിരുന്നു, കൊടുക്കാൻ മനസ്സുള്ളവർ കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞിട്ട് ഈ കിടന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്ന രീതിയിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ? അത് അവിടെ ചെന്ന് സംസാരിക്കുക. അല്ല യൂട്യൂബിലിരിക്കുന്ന കയറുന്നവർക്ക് ഇതൊന്നും കേട്ട് മനുഷ്യർക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്താ? അതങ്ങനെ ചെയ്ത് അവരങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ പറഞ്ഞത് കള്ളമാണ്. ഇവിടെ ആർക്കെങ്കിലും ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ടോ? ഈ കാണുന്നവർക്കൊന്നും താല്പര്യം ഉണ്ടായിട്ടല്ല, ഇതെന്താണിത് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് കയറി കാണുന്നതാണ്. പക്ഷേ അതിനകത്തൊന്നും കാണത്തുമില്ല. നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതുപോലാണോ ഓരോരുത്തരെക്കുറിച്ചും ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ കഥകൾ? ഈ എത്രയോ യൂട്യൂബേഴ്സിനെതിരെ എന്തെല്ലാം കേസുകൾ വന്നിരിക്കുന്നു, എന്തുമേണ്ടി കേസുകൾ വന്നിട്ടുണ്ട്. പലരും അറിയാതെ പോകുന്ന കുറേ കേസുകളുണ്ട്. കാരണം പരാതി കൊടുക്കുമെന്നറിയുമ്പോൾ എന്താ ഒത്തുതീർപ്പുണ്ടാക്കി വല്ല കോമ്പൻസേഷനൊക്കെ കൊടുത്തിട്ട് വിടുന്ന എത്രയോ പേരുണ്ട് അല്ലേ? എത്രയോ പേരെ കേസുകളുണ്ടല്ലാതെ എന്തെല്ലാം തോന്നിയതുപോലെ ചെയ്യുന്നവരുണ്ട്. ഇവരെക്കുറിച്ചൊന്നും ആർക്കും ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു അതൊരു സ്ത്രീയാണ്, അവരെ കൊണ്ട് ഇത്രേ ഉള്ളൂ, അവരെ അങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള ചിന്തയായിരിക്കാം ഒരു പക്ഷേ അവരെ എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇന്നത്തെ അടുത്ത ന്യൂസ് വന്നിട്ടുണ്ട് വേടനെതിരെ. അതൊരു ഡോക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കതിൽ വിശ്വസിക്കാതിരിക്കാനും മാത്രമുള്ള ഒന്നും തോന്നിയിട്ടില്ല. കാരണം ആ പെൺകുട്ടി തെളിവ് സഹിതമാണ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് വർഷം സഹിതം പറയുന്ന ഇയാൾ ഇപ്പോഴാണ് വേടൻ ഫേമസ് ആയി വന്നത്. കുറച്ച് നാളെ ഞാൻ കേൾക്കാൻ തുടങ്ങിയത് ഈ വേടൻ എന്നുള്ള വാക്ക് കേട്ടത് പിന്നെ മയക്കുമരുന്നിൻ്റെ കഞ്ചാവിൻ്റെ ആ ഒരു പ്രശ്നം കേസും കാര്യങ്ങളും ഇയാളെ അറസ്റ്റ് ചെയ്ത് ആ സമയത്താണ് ഇങ്ങനൊരാളുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അതിനു മുമ്പേ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി പറയുന്നത് 2023 ആ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങൾ സഹിതമാണ്. അതും ആ പെൺകുട്ടി ഒരു ഡോക്ടറാണിപ്പോൾ. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും മോശമായൊരു കാര്യമാണ്. അതായത് വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒന്നുമല്ലാതിരുന്ന കാലഘട്ടത്തിൽ അയാളെ സപ്പോർട്ട് ചെയ്ത ഒരു പെൺകുട്ടി എല്ലാം സഹായം ചെയ്ത് തന്നെ വിവാഹം കഴിക്കുമെന്നുള്ള വിശ്വാസത്തിൽ അയാൾക്കൊപ്പം പല സ്ഥലത്തും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന പെൺകുട്ടി. അതിൽ പെൺകുട്ടിയൊന്നും നമുക്കൊരിക്കലും ഞാനായിട്ട് ഇങ്ങനെ ചതിക്കപ്പെടുന്നവരോ തെറ്റുമാണ്. കാരണം അവരുടെ ആ വിശ്വാസമാണ്, പരസ്പര വിശ്വാസം എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് അയാളെ വിശ്വസിച്ചത്. ആ ഒരു വിശ്വാസമാണ് അയാൾ നശിപ്പിച്ചത് അല്ലേ? തനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാപ്ഷൻ ഇങ്ങനെ കണ്ട് ഇതാണ് വേടൻ്റെ കാമുകി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്ഷൻ കണ്ട് ഇതല്ല അത് വേറെയാണ്. പിന്നെ ഒരു വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടി പോകുന്നുണ്ട്, ഇതാണ് ഇതിപ്പോൾ ഞാനപ്പോൾ എന്തുണ്ടാവില്ലെങ്കിൽ ഇത് ഏതൊക്കെയാണ്
ഇങ്ങേർക്ക് അതിന് മാത്രം ഉണ്ടോ? ഇപ്പം ഈ ഡോക്ടർ എന്ന് പറഞ്ഞ പെൺകുട്ടി പരാതി കൊടുത്തവർ പറയുന്നത് അവർക്ക് വേറെയും ഇയാൾക്കിപ്പം വേറെ ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. സ്വാഭാവികമാണ് അയാൾ അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ഒരു രീതിയിലേക്ക് അയാൾ പോയിട്ടുണ്ടെങ്കിൽ അയാളെ കുറ്റം പറയാം. ഒന്നാമത് അയാളുടെ പ്രായം, പിന്നെ അയാളുടെ സാഹചര്യം. അവിടെ ഞാൻ പെൺകുട്ടികളെ കുറിച്ച് തെറ്റായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. തെറ്റായിട്ടല്ല, തെറ്റുണ്ട് എന്ന് പറയാം. കാരണം ഒരാൾ ഫേമസ് ആയിക്കഴിഞ്ഞാൽ, അങ്ങനെ ഫേമസ് ആയാൽ അയാൾക്കൊപ്പം നിന്നാൽ താനും തന്നെ വിവാഹം കഴിച്ച് തനിക്കും നല്ല സുഖകരമായൊരു ജീവിതം, അല്ലെങ്കിൽ ഇയാൾക്കൊപ്പം വലിയ രീതിയിലൊക്കെ ചിന്തിച്ച് കൂട്ടുന്നുണ്ടായിരിക്കാം. അത് അയാളുടെ ആ കഴിവിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോയി ആരാധന മൂത്ത് നടക്കുന്ന കുറേ കുട്ടികളുണ്ട്. അതിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകളൊക്കെയാണ്. ഇപ്പോൾ ഇയാൾ നോക്കുമ്പോൾ എത്ര പേരാണ് അയാളുടെ അടുത്ത് ചെല്ലുന്നത്, ഗിഫ്റ്റും കൊണ്ട് ചെല്ലുന്നു, കാലെ തൊട്ട് വീഴാൻ ചെല്ലുന്നു, കെട്ടിപ്പിടിക്കുന്നു, എന്തെല്ലാം രീതിയിലാണ് അയാളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും അങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണും. അപ്പോൾ ഇഷ്ടംപോലെ റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ മനസ്സിൽ തനിക്ക് കിട്ടിയ ഒരു സാഹചര്യം നല്ലതാണെന്ന് തോന്നാം. നമുക്ക് പറയാൻ പറ്റത്തില്ല. സാഹചര്യങ്ങളാണല്ലോ എല്ലാവരെയും പല രീതിയിലേക്കും ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു സാഹചര്യം. എന്തായാലും ഇതിൽ മൊത്തം കള്ളം എന്നൊന്നും പറയാൻ പറ്റില്ല. ആ പരാതിയിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന രീതിയിലാണ് ഇപ്പം പോകുന്നത്. അയാളെപ്പോഴും ഉപദേശിക്കും, ഞാൻ തെറ്റ് ചെയ്ത് എന്നെ നിയന്ത്രിക്കാനോ നല്ലത് പറഞ്ഞു തരാനോ ആരും ഇല്ലായിരുന്നു. ടി വി കേൾക്കുന്നയാൾ. അതുകൊണ്ട് നിങ്ങളാരും മോശം ലഹരിയുടെ പുറകെ പോകല്, അത് നിങ്ങളെ ഏറ്റവും മോശമായ രീതിയിൽ ജീവിക്കാനേ നയിക്കുള്ളൂ. തെറ്റ് ചെയ്യലിൽ ചേട്ടനെന്ന രീതിയിലാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ടി വിയിൽ ഇങ്ങനെ ന്യൂസിലൊക്കെ പ്രസംഗിക്കുന്ന കേൾക്കാൻ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും അയാളങ്ങ് പെർഫെക്റ്റാണെന്നുള്ള അയാൾ പറയുന്നത്. ഇപ്പോൾ അയാൾ നല്ലതാണ്, പക്ഷേ നമുക്കറിയില്ല അയാൾ പെർഫെക്റ്റാണോ ഇല്ലയെന്ന്. പക്ഷേ അയാൾ ഒരു കലയുണ്ട്. ആ കല എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പാകത്തിനുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കാം. അയാൾ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ആ കഴിവ് അയാളുടെ ആ കഴിവ് നല്ലതാണെങ്കിൽ അതിന് അംഗീകാരം ലഭിക്കുക തന്നെ വേണം. അതിനെ മാത്രം നമ്മൾ ബഹുമാനിക്കുക. അയാളെന്ന വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കണമെന്നില്ല. കാരണം ഒന്നിനു പുറകെ ഒന്നായിട്ട് അയാളുടെ പേരിൽ വരുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാകുമ്പോൾ നമ്മൾ അയാളെ ഒരിക്കലും നല്ലൊരു മനുഷ്യനെന്ന് കണക്കാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അയാളൊരു നല്ല കലയുണ്ട്, കഴിവുണ്ട്. അതിനെ നമ്മളെപ്പോഴും ആദരിക്കണം, ബഹുമാനിക്കണം. ഇതാണ് എനിക്ക് അയാളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ബാക്കിയൊക്കെ എന്താകുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇതേപോലെ ഒരു കേസ് മറ്റൊരു വ്യക്തിയുടെ പേരിലാണ്. ഇത് ഇപ്പം ജാമ്യം ലഭിക്കാത്ത തരത്തിലുള്ള വകുപ്പുകളൊക്കെയാണ് കിടക്കുന്നത്. പക്ഷെ മറ്റൊരു വ്യക്തിയായിരുന്നെങ്കിൽ അയാളെ എപ്പോഴും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനേ. ഇതിപ്പോൾ അറസ്റ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ഇയാളിങ്ങനെ ഒരു ഫേമസ് ആയൊരു വ്യക്തി ആയതുകൊണ്ടാണ്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞതിന് മാത്രം ശേഷമേ ഇത് ചെയ്യത്തുള്ളൂ. പിന്നെ അതിന് മുമ്പ് അയാളൊന്ന് ഇപ്പം തന്നെ ഹൈക്കോടതിയിലോട്ടോ എല്ലാം മുൻകൂർ ജാമ്യത്തിന് കൊടുക്കും. ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടും, ചിലപ്പോഴേ കിട്ടത്തുള്ളൂ. കാരണം ഇങ്ങനത്തെ കേസാകുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ ഒളിവിൽ പോവോ, എന്തെല്ലാം കാര്യങ്ങൾ നമുക്കറിയാം. എന്തെല്ലാം രീതിയിലാണ് ഓരോരുത്തർ ഈ നിയമത്തിനെതിരെ പോരാടിയിട്ടുള്ളത്. തെറ്റ് ചെയ്ത എത്രയോ പേര് ഒളിച്ചും പാത്തും ഒക്കെ നടന്നിട്ട് പിന്നെ വെയിൽ കിട്ടി കഴിയുമ്പോഴത്തേക്കും പോയി സറണ്ടർ ആവുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഒരു ജയിൽവാസം എന്ന് പറയുന്നത് അത്ര സുഖകരമായ കാര്യമല്ലെന്ന്. പിന്നെ എത്രയോ പേര് ജയിലിൽ കിടന്നിട്ട് വീണ്ടും തെറ്റുകൾ ചെയ്ത് വീണ്ടും വീണ്ടും ജയിലിലേക്ക് പോകുന്നു. അങ്ങനെയും ഉണ്ട്. ഓരോരുത്തരുടെയും മനസ്സ് ഓരോരോ രീതിയിലല്ല, എന്ത് പറയാനാണ്. പിന്നെ പൊതുജനം കഴുത എന്ന് പറയുന്നത് പോലെ കുറേ മനുഷ്യർ അതൊക്കെ കണ്ട് ആസ്വദിച്ച് എന്തൊക്കെയോ എവിടെയൊക്കെയോ മാഞ്ഞു പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? എനിക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കുറേ ആളുകളോട് സഹതാപം തോന്നാറുണ്ട്. എത്രയോ പ്രയോജനം, എന്തൊക്കെ രീതിയിൽ മനുഷ്യർക്ക് പ്രയോജനം ചെയ്യാൻ പറ്റുമോ ഓരോ ചാനലുകൾ. പക്ഷേ ഇതൊന്നും ഇല്ലാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന കുറേ അവരൊക്കെ. ഞാനിത് പറയുന്നത് അധ്വാനിക്കാതെ എന്നുവെച്ചാൽ വലിയ രീതിയിലുള്ള പ്രയത്നങ്ങളൊന്നുമില്ലാതെ കാശുണ്ടാക്കി അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുക.
അത് ഒരു ഭാഗ്യമല്ലേ. അങ്ങനെയാണല്ലോ മിക്കവാറും വലിയ വലിയ യൂട്യൂബേഴ്സ് എല്ലാം പോകുന്നത്. കഷ്ടപ്പെടുന്നില്ലെന്നല്ല, പക്ഷേ കഷ്ടപ്പെടാതെ തന്നെ ഒരുപാട് കാശ് അവരുണ്ടാക്കുന്നുണ്ട്. അയ്യോ, ഒന്നും പറയണ്ട. എന്തായാലും കാശുണ്ടാക്കുന്നവരൊക്കെ അങ്ങനെ കാശുണ്ടാക്കട്ടെ. പിന്നെ ഒരു ചാനലുണ്ടാക്കി അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് മണിക്കൂറെങ്കിലും ആരെങ്കിലും ഒന്ന് കണ്ട് 10 പേരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ എന്ന് കരുതി ഇങ്ങനെ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന മനുഷ്യരുമുണ്ട്. എല്ലാം നല്ല തന്നെ. ഏതായാലും അങ്ങനെ പോട്ടെ. റിക്വസ്റ്റാണ്, ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വെറുതെ വിട്ടേക്കും. അവരെങ്ങനെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ. ആരെയും എന്തുപോലും മോഷണത്തിനില്ല. ഏറ്റവും മോശമായൊരു കാര്യമാണ് മറ്റൊരാളുടെ മുതൽ മോഷ്ടിക്കുക എന്നുള്ളത്. അതെന്തായാലും രേണുസുതി ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പം പിന്നെ ബാക്കി എന്ത് ചെയ്താലെന്താണ്? അവർ അവരുടെ കാര്യം നോക്കുന്നുണ്ട്. ആരുടെയും കുടുംബം കലക്കാൻ പോകുന്നുണ്ടോ? അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ അവരുടെ ഇഷ്ടമാണ്, അവരുടെ രീതികൾ, അവർ ജീവിക്കട്ടെ. അവരെ കൊള്ളത്തില്ലെങ്കിൽ അവരെ നോക്കണ്ട. എന്തൊക്കെയാണ് അവരെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പാവമുണ്ട് ഒന്ന് ഓർത്താൽ. അതും പോരാഞ്ഞിട്ട് അവരുടെ ഭർത്താവിനെ, മക്കളെ, കുടുംബത്തെ എല്ലാവരെയും ആക്ഷേപിക്കുകയാണ്. അവരുടെ മനസ്സ് എത്രമാത്രം വേദനിക്കണമെന്നറിയാം. ഒരുപക്ഷെ ഈ പുറമെ ഇവരെ കുറന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അവർ ഗതികെട്ടായിരിക്കും ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. അത് കഴിയുമ്പോൾ അവരൊറ്റയ്ക്കിരിക്കുമ്പോൾ അവരുടെ മനസ്സ് ആ തേങ്ങൽ പുറത്തേക്ക് കാണിക്കും. ഉറപ്പാണ്. അവർ കരയുന്നുണ്ട്. എല്ലാ ദിവസവും അവർ കരയുന്നുണ്ടായിരിക്കാം, ഓരോരുന്ന് കണ്ടും കേട്ടിട്ടുമൊക്കെ. കാരണം അങ്ങനെ കരയാതിരിക്കാനോ വിഷമിക്കാതിരിക്കാനോ ഒരു മനുഷ്യർക്കും പറ്റില്ല. കാരണം നമ്മളെക്കുറിച്ചാണ് മോശമായ കാര്യങ്ങൾ പറയുന്നത്. ഒരാൾ പറയുക മാത്രമല്ല, ഇത് എഴുതി പിടിപ്പിച്ച് യൂട്യൂബിലോട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ്. എത്രയോ ആളുകൾ കാണുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയാണ്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു വിഷമം എന്തായാലും ഉണ്ട്. നമ്മളെക്കുറിച്ച് ഒരാൾ നല്ലത് പറയുന്നതിൽ നമുക്ക് അത്ര ഫീലിംഗ് തോന്നും. നല്ലത് എന്ന് പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കേട്ടാലും കുഴപ്പമില്ല, അത് നല്ലതാണല്ലോ. പക്ഷേ മോശമായിട്ടുള്ളൊരു കാര്യം പറയുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഫീലിങ്സാണ് അല്ലേ. സന്തോഷത്തെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഹൃദയത്തിലേക്ക് കുത്തി നോവിക്കുന്ന ഒന്നാണ് മോശമായ കുറേ അനുഭവങ്ങളുണ്ടാകുമെന്ന് പറയുന്നത്. അത് എക്കാലത്തും ഇങ്ങനെ നിലനിൽക്കും. എല്ലാ ദിവസവും നമ്മളെ അത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ശരിയല്ലേ?